ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേരാണ്. അബിയേട്ടാ, വിശ്വാസംസകൾ നേര്. യെസ്, ഹാപ്പി വിഷു ഓൾ പറഞ്ഞിട്ടുണ്ട്. ക്യാമറയിൽ ഓനെ കാണാൻ കുറച്ചൊരു ഇടങ്ങാറുണ്ടാകും, കാരണം നിന്നെക്കളും എല്ലായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരു ചെറിയ പരിപാടിയൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ 2 ഐറ്റംസാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതൊക്കെ ഉണ്ടാക്കി ഇതാ പാക്ക് ചെയ്തു, ഇതാ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ട് കാണാം. ഇനി ബാക്കി പരസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഒത്തുകൂടുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ എത്തും. ബാക്കി വിശേഷങ്ങൾ പാക്കിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, വിഷുവിൻ്റെ ഭാഗമായി അബിയേട്ടൻ എൻ്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ആലപിക്കുന്നതായിരിക്കും. അബിയേട്ടൻ സോങ് ആലപിച്ചോ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പലനടയിൽ രാജേകലോലുപൻ എൻ്റെ കണ്ണൻ അമ്പാടിപ്പൂനിലാവെൻ്റെ കണ്ണൻ മണിമുരളിക ഊതി എൻ്റെ മുന്നിൽ വന്നു പുൽകി നിന്നു. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പലനടയിൽ. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? താങ്കൾക്ക് താങ്കളുടെ പാട്ടിനെ പറ്റി 2 അഭിപ്രായം പറയാം. ഒന്നും പറയാനില്ല, ഗംഭീരം, അതിഗംഭീരം. ഞാനും പ്രശംസിക്കുന്നു. വളരെ നന്നായിട്ടുണ്ട് താങ്കളുടെ ഈ ഒരു ഇതാർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും. ഓക്കെ, നമ്മൾ പരസിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ എത്തിയിട്ടില്ല. നല്ല തിരക്കൊക്കെയാണ് കേട്ടോ, തിരക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി പരിപാടികൾ കാണാം. ഓക്കെ, അപ്പം നമ്മൾ പരസിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാം. പരസ്യൻ പ്രിപ്പയറായി നിൽക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറാം കേട്ടോ. ഇതാണ് പരസിൻ്റെ തറവാട്. ദിസ് ഇസ് പരസ് റൂം. ഗൈസ്, ഓപ്പൺ ദി ഡോർ. ഹാപ്പി വിഷു ഗൈസ്. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. എവിടെ അമ്മു എവിടെ സഹർദമണി കയറും. ഓക്കെ ഗൈസ്, ഇതാണ് പരസിന്റെ വീട്. ഇത് പരസിന്റെ ഞങ്ങളെ പുതിയ സാരിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. അല്ല, ഇത് സ്വന്തം ആണ്. യെസ്, എങ്ങനെ ഇരിക്കുന്നു എന്റെ ഔട്ട്ഫിറ്റ്? വളരെ അടിപൊളിയാണ്. ഇത് എങ്ങനെ മാച്ച് ചെയ്തു? ഞങ്ങള് ഒരുമിച്ച് പോയി എടുത്തതാണ്. അപ്പൊ നമ്മൾ വിഷുവിനെ പറ്റി 2 വാക്ക് പറയും. വിഷു നമ്മൾ ആഘോഷിക്കണം. അപ്പൊ നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കണി ഒരുക്കി വെച്ചിട്ടുണ്ട്. കണിയാണ്, പിന്നെ വിഷു കൈനീട്ടം തരണം. അത് ഞാൻ എടുത്തിട്ടുണ്ട്. 2 കയ്യിലും സാധനം ഉള്ളതുകൊണ്ടാണ് തരാത്തത്. ഓക്കെ, എന്നാ പിന്നെ വിഷു കൈനീട്ടം തരണം. അങ്ങോട്ടും തരുന്നുണ്ട്, പേടിക്കണ്ട. അപ്പൊ നമുക്ക് ഇന്ന് ആഘോഷം തുടങ്ങിയേക്കാം. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസകൾ നേരാണ്. ഓക്കെ. മുണ്ട് ഹാപ്പി വിഷു. ഇങ്ങോട്ട് എനിക്ക് മുഖം കിട്ടുള്ളൂ. ഒന്ന് വേഗം കയറണം. ഹലോ ഗൈസ്, ഹാപ്പി വിഷു. ടാറ്റാ.
അപ്പൊ ഞങ്ങളെ വെളിയിൽ കൊണ്ടാകും നിങ്ങൾ വന്ന വണ്ടി പറ്റൂ അങ്ങനെ പറഞ്ഞ നിങ്ങൾ നിർത്തല്ല, നിങ്ങൾ പറയേ. ഹാപ്പീഷ് ഹാപ്പീഷ് സുമേഷിന്റെ കടയിൽ നിന്ന് ഭയങ്കര അത് ഇറങ്ങിപ്പോയല്ലോ. ക്യാമറ എടുത്ത് ഞാനിങ്ങനെ നടക്കുന്നുണ്ട്. ആർക്കും എന്നെ ഫേസ് ചെയ്യാനും എൻ്റെ ക്യാമറയ്ക്ക് ഫേസ് ചെയ്യാനും ഒരു ഉഷാറില്ലായിരുന്നു. കാരണം എല്ലാവരും ക്യാമറ ഷൈലുള്ള കൂട്ടത്തിലായിരുന്നു. എൻ്റെ ഭാഗത്തും കുറേ അപകടങ്ങളുണ്ട്. എനിക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. വിഷുവിനെ പറ്റി 2 വാക്ക്. വിഷുവിന് എന്തിനാ പടക്കം പൊട്ടിക്കുന്നത്? അതിന്റെ ഐതിഹ്യം എന്താ അറിയോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വിഷുവിനെ പറ്റി 2 വാക്ക് പറ. വിഷുവിന് എന്തിനാ പടക്കം പൊട്ടിക്കുന്നതൊക്കെ എനിക്ക് പറയണം. അല്ലാണ്ട് വിഷുവിന് അങ്ങനെ ഐഡിയ ഒന്നുമില്ല. അപ്പൊ മാവേലി ഓണത്തിന് വരുന്നത്, അതുപോലെ ഈ വിഷുവിന് എന്തിനാ നമ്മള് പടക്കം പൊട്ടിക്കുന്നത്? മാവേലി ആ രൂപം കണ്ടിക്കും പല ബലാവത്തിനും ഭാവത്തിനും. ഇല്ല കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അഭിയേട്ടൻ അറിയോ? എന്താ പായസം മാത്രം ഇളക്കുന്ന അറിയോ? വളരെ ഇളക്കാൻ അറിയില്ലേ? അതെനിക്കറിയാം. അങ്ങനെ കുറേ കളിയും തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡിൻ്റെ ടൈമായി. അങ്ങനെ നമ്മളെ പരസ്യതയിലേക്ക് ഇട്ട് എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി. ആദ്യം തന്നെ ഞങ്ങളാട്ടോ ഇരുന്ന്, വീട്ടുകാരിരുന്ന്, എന്നിട്ടേ അവരൊക്കെ ഇരുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടിയായിരുന്നു. കുറച്ച് നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിശേഷമുള്ള ദിവസം കൂടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഒരു മെമ്മറീസൊക്കെ ആവാം. ഫോട്ടോസൊക്കെ എടുത്തു. എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. വിഷു ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഇവർക്കൊപ്പം ഇന്നലത്തെ ആ ഒരു വിഷു. എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ. ഇവളായിട്ട് ഫോട്ടോ എടുത്തില്ലേ പിന്നെ വിഷു ഇല്ല എന്ന് വേണേൽ പറയാം. ഗൈസ്, നമ്മളിനി സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. വിഷുവൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ജസ്റ്റ് നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഏട്ടനുണ്ട്, അനൂട്ടനുണ്ട്, അമ്മുണ്ട്. ഏട്ടാ പറയൂ. ഗൈസ്, നിങ്ങൾക്ക് വിഷയമായിട്ട് സിനിമ കാണണമെന്ന് പറഞ്ഞില്ലേ? അപ്പം ഒരു തിയേറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാനിന്ന് വിഷുക്കാനായിട്ടായിട്ട് എടുത്തേക്കാണ്. ഒരു ഷോ കംപ്ലീറ്റ്, വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ 4 പേരായിട്ട് ഇവിടുന്ന് പള്ളിച്ചട്ടമ്പി പള്ളിച്ചട്ടമ്പി ടോവിനോ ചേട്ടന്റെ പടമാണ്, നല്ലൊരു പടമാണെന്നാണ് പറയുന്നത്. പിന്നെ കയാതും ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പടം കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാവും അറിയില്ല. റിവ്യൂവിൽ ആവറേജ് എന്ന് പറയുന്നു, നല്ലതെന്ന് പറയുന്നു. എനിവേ, നമ്മൾ എന്തായാലും ഇന്ന് വിഷയമായിട്ട് ഒരു പടം കാണുന്നു. എവിടെ വേണമെങ്കിലും ഇരിക്കാം ഗൈസ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇല്ലല്ലോ, എവിടെ വേണം നമുക്ക് ചൂസബിൾ ആണ്. ഏത് ഫോട്ടോ വേണം, എവിടെ വേണേ ഇരുന്നിട്ട് വീഡിയോ എടുക്കാം, എവിടെ വേണേ ഇരിക്കുകയൊക്കെ ചെയ്യാം. എവിടെയാടെയാ അപ്പൊ നമ്മൾ ചൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മളെ സീറ്റ് നമ്മളെ. സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ടോ?
ഓളെ സ്വന്തം തിയേറ്ററാ. പരസാണ് ഓണർ. സിനിമ എന്റെ കുട്ടി എന്റെ ഭാര്യക്ക് സിനിമ ആണെന്ന് പറഞ്ഞു തിയേറ്ററിൽ അതാണ് ഗൈസ്. വാങ്ങി വന്ന അബിയേട്ടെ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറയടാ. അതുപോലെ ചിരിക്കുന്ന കൗണ്ടറിൽ എന്ത് നമ്മള് മാത്രമേ ഉള്ളൂ. സിനിമ ഓരോ കൗണ്ടറെ ക്ലോത്ത് അവിടെ പോയി കുത്തിരിക്കുന്നുണ്ട്. ആണോ? എന്തിനാ അറിയോ പോപ്കോൺ ഇപ്പൊ പറഞ്ഞത്? അതെങ്കിലും കിട്ടിക്കോട്ടെ, അതെങ്കിലും ആയിക്കോട്ടെ. വിഷു ഒക്കെ കഴിഞ്ഞ് 2026 വിഷു ഗംഭീരായിട്ട് കഴിഞ്ഞു അല്ലേ? ഏട്ടൻ്റെ വക കൈനീട്ടമൊക്കെ കിട്ടി. ഞങ്ങള് സിനിമ കാണാൻ പോയി. ഒരു വല്ലാത്ത സിനിമയായിരുന്നു. പക്ഷെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്ര ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ളൊന്നുമില്ല. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങള് റൂമിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ 2026 വിഷു ഗംഭീരമായിട്ട് കഴിഞ്ഞു. നാട് കുറച്ച് മിസ് ചെയ്തെങ്കിലും അല്ലേ? നാട് മിസ് ചെയ്തില്ലേ? കുറച്ച് മിസ് ചെയ്തു. അച്ഛനമ്മേനൊക്കെ കുറച്ച് മിസ് ചെയ്തു. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളി. പിന്നെ പൊട്ടാസ് കമ്പത്തിരി അതൊന്നും ഇല്ലേനും. പക്ഷെ എന്നാലും ഓക്കെ. ബാക്കി എല്ലാ സംഭവങ്ങളും അടിച്ചു പൊളിച്ച് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ വിഷുവാണിത്. അപ്പോൾ ആ 2 വിഷു ഞങ്ങൾ ഇവിടെ തന്നെ, നാട്ടിലേക്കില്ല. ആകെ ഒരു ഓണം കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വിഷു എന്താവും, അടുത്ത ഓണം എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം